ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു? ദുരൂഹത ഒഴിയാതെ അങ്ങനെ കിടപ്പാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ തുറക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു പോലീസ്. 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. കല്ലറ തുറക്കുന്നതിനിടെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ സംഭവത്തിൽ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഉടൻ കുടുംബത്തിന് നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ തന്നെ കല്ലറ പൊളിച്ചു നീക്കാനാണ് പോലീസിന്റെ നീക്കം. 2 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. എന്നാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം. ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാത്ത ഒരാളാണ് ഈ അച്ഛന്റെ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടായിസം പോലെ 20-25 കൂടുതൽ ആൾക്കാർ വരും ഫസ്റ്റ് റൗണ്ടിൽ. ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഗുണ്ടായിസം കാണിച്ചിട്ട് പോയത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ ഒരിക്കലും സാധിക്കൂല. അതിനെ ഹിന്ദു ഐക്യവേദി ഇതിലെന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ബന്ധുക്കളുടേതുൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മകനടക്കം നൽകിയ മൊഴികളിൽ അവ്യക്തത കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം.